PV അൻവർ സ്വയം തിരുത്തിയാൽ UDF-ലേക്ക് വരാമെന്ന് ലീഗിന്റെ മലപ്പുറം ജനറൽ സെക്രട്ടറി P. അബ്ദുൾ ഹമീദ് 24-നോട് പറഞ്ഞു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ അൻവർ തീരുമാനിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന മുന്നറിയിപ്പും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവറിന്റെ നിലനിൽപ്പിന് നിർണായകമാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തിയ ആരോപണം അനവസരത്തിലായിപ്പോയെന്നും P. അബ്ദുൾ ഹമീദ് പറഞ്ഞു. ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തിലേക്ക് അൻവർ പോകില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആ പ്രസ്താവന ഒന്നും ശരിയല്ല. അതൊക്കെ അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതൊന്നും ഒരിക്കലും അൻവർ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഇതുപോലെയുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. നിലമ്പൂരിൽ നിന്നും റാഫി കരീം തത്സമയം ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, ശരിക്കും ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് തന്നെ പല നേതാക്കന്മാരും ഔചിത്യക്കേടായി പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് PV അൻവറാണ്, അദ്ദേഹം പലതും പറയുന്നു. ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും ഈ PV അൻവറിന്റെ ഒരു പ്രസ്താവന ഇന്നലെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകമായിരുന്നു. LDF-നൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി 2 മാസം മുൻപ് ശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രസ്താവന എന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ PV അൻവർ നടത്തിയത്. അതിന് തൊട്ട് മുൻപ് വരെ PV അൻവർ പറഞ്ഞിരുന്നത് പൂർണ്ണ പിന്തുണ, ഏത് സ്ഥാനാർത്ഥിയായാലും ഏത് ചെകുത്താനായാലും കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ UDF-ന് പ്രഖ്യാപിക്കുന്നു, UDF സ്ഥാനാർത്ഥിയെ അവിടെ ജയിപ്പിക്കുമെന്നായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിന് തൊട്ടു പിന്നാലെ അൻവർ നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ നിരവധി UDF നേതാക്കളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതിൽ ഒരാളാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ. ഹമീദ് മാസ്റ്റർ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അൻവറിന്റെ തന്നെ നിലനിൽപ്പിന് UDF ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ആ സമയത്താണ് അൻവറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ, UDF പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ആ സമയത്ത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടതെന്നും ഹമീദ് മാസ്റ്റർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അൻവറിന് UDF-ൽ വരണമെങ്കിൽ അൻവർ സ്വയം തിരുത്തലിന് തയ്യാറാകണം എന്നുള്ളതാണ്. UDF-ൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ UDF-നെയും ഒപ്പം തന്നെ മറ്റ് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പൊതുമധ്യത്തിൽ അൻവർ പറയാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമീദ് മാസ്റ്റർ അൻവറിന് നൽകുന്നത്. അത്തരത്തിൽ അൻവർ സ്വയം തിരുത്തിക്കൊണ്ട് മുന്നണിയുടെ ഭാഗമാകണം എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് മുന്നണിയിൽ മാത്രം പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അൻവർ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ആ നിലയിലേക്ക് അൻവർ ചുരുങ്ങണമെന്ന് കൂടിയാണ് ഹമീദ് മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കുന്നു. ആ സമയത്തുള്ള അൻവറിന്റെ ഓരോ കുത്തുവാക്കുകളും അൻവറിന്റെ ഓരോ ഒളിയമ്പുകളും അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ പോകുന്നതാണ്. കാരണം ആര്യാടൻ LDF-ന്റെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളെല്ലാം അൻവർ ഉന്നയിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അൻവർ എഫക്റ്റ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവറിന്റെ എഫക്റ്റിൽ നിന്നുണ്ടാകുന്ന വോട്ടുകൾ അത് UDF-ന് അനുകൂലമാക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായുള്ളത്. ഇതിനുവേണ്ടി അൻവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയായ VS ജോയിയെ ഒരു പരിധിവരെ ഇവർ പരിഗണിച്ചിരുന്നു. അതിനുശേഷമാണ് അൻവറിന്റെ ഡിമാൻഡുകളെയും അൻവറിന്റെ ആവശ്യങ്ങളെയും തള്ളിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അൻവറിനെ അനുനയിപ്പിച്ച് മുന്നണിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഇനി UDF നേതാക്കൾക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട. റാഫി കരീമാണ് നിലമ്പൂരിൽ വിവരങ്ങൾ നൽകിയത്.